പ്രസംഗിക്കുന്നത് മുതൽ മലയാളത്തിൽ പ്രസംഗിച്ച് ശീലിച്ചയാളാണ്. ഒരുപക്ഷെ മഹാത്മയെക്കുറിച്ച് ഇംഗ്ലീഷിലൊരു പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതിൽ ഒരു ഘടകം ശ്രീ അഡ്വക്കേറ്റ് സജി കെ ചെയർമാൻ്റെ ആ ഇംഗ്ലീഷ് പ്രസംഗം കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വന്തം ജാതിനാമം പ്രത്യക്ഷത്തിൽ ചേർത്തുകൊണ്ട് ഒരു അധസ്ഥിത സമൂഹത്തിൽ നിന്നൊരാളെ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവം. പേരിനോട് ചേർത്ത് സുരേഷ് പുലയൻ എന്ന് പറഞ്ഞൊരാൾ പത്തനംതിട്ട ജീവിച്ചിരിപ്പുണ്ട്. KPMSൻ്റെ പഴയ ഒരു സജീവ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം പ്രവർത്തന രംഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രത്യക്ഷ ചെയർമാനായിട്ട് അദ്ദേഹം ജീവിക്കുന്ന അദ്ദേഹം മാത്രമല്ല, ഗൗതം ചെയർമാനും സിദ്ധാർത്ഥ ചെയർമാനും അങ്ങനെ